ഇബ്ബിവാദം ശരിയല്ലെന്ന്, ഏറ്റവും മോശമാണ്, പെണ്ണുങ്ങൾ കുറ്റം കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറ്റം കിട്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകലാണ് എന്ന് തുറന്നെഴുതിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരൻ GIOയുടെ പേരിൽ ഇന്ന് സ്റ്റഡി ക്ലാസുകളും അല്ലാത്ത ക്ലാസുകളും സെമിനാറുകളും ഉണ്ടാക്കിയിട്ട് ഈ വിവാദത്തിൽ ഭാഗഭാക്കാകുവാനും തങ്ങളുടേതായ പങ്ക് നിറവേറ്റുവാനും മത്സരിക്കുന്ന മുജാഹിദുകളോട് വിരോധാഭാസമല്ലേ? പക്ഷേ ഈ വരികൾ ഇന്നും വായിക്കാൻ നമുക്ക് ഈ വരികളിൽ അടങ്ങിയിട്ടുള്ള ചിന്ത നമ്മുടെ യുവാക്കളെ രക്ഷിക്കും. എന്താണ് നമ്മുടെ പെണ്ണുങ്ങൾ അഴിഞ്ഞാട്ടത്തിൻ്റെ രീതി? ഈ രീതിയിൽ നമ്മുടെ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞാലും പോകൂലേ? പോകും. ഇത് ഇന്നും ഇന്നലെയുമല്ല. സുന്നത്താണെന്ന് പറയുന്നതിൻ്റെ മുൻപ് കേവലം അനുവദനീയമാണ് എങ്കിലും തങ്ങൾക്ക് കാര്യലാഭമുള്ളത് കൊണ്ട് പെണ്ണുങ്ങൾ തങ്ങളുടെ പള്ളികളിലേക്ക് തങ്ങളുടെ പെണ്ണുങ്ങളെങ്കിലും വരണം എന്ന് പറഞ്ഞ് മുജാഹിദുകൾ അവരുടെ സ്ത്രീകളെ മാത്രം അവരുടെ പള്ളികളിലേക്ക് കൊണ്ടുപോകുന്ന കാലത്ത് തന്നെ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന പെണ്ണുങ്ങളുടെ ചിത്രം പത്രത്തിൽ വന്നത് കണ്ടിട്ട് മനം നൊന്ത് പ്രയാസപ്പെട്ടിട്ട് നമ്മുടെ മുജാഹിദുകൾ തന്നെ അച്ചു നിരത്തിയിട്ടുണ്ട്. ഇത് ശരിയല്ല, ഇങ്ങനെയാണെങ്കിൽ നമ്മളെ ഫലം പോയി, നമ്മൾ ഇതുവരെ പറഞ്ഞത് മുഴുവൻ ബാത്തിലായി, നമ്മളെ പെണ്ണുങ്ങൾക്ക് ഇനി കുറ്റം കിട്ടുന്ന പോക്ക, ഇങ്ങനെയാണെങ്കിൽ ഇവരെന്തിനാ പള്ളിയിൽ വരേണ്ടത് എന്ന് ഇതെന്റെ ചെറുപ്പക്കാർ ചിന്തിക്കണം. ഇന്നല്ല, കഴിഞ്ഞ 5 വർഷത്തിന്റെ മുൻപുമല്ല, ഏതാണ്ട് ദശകങ്ങൾക്ക് മുൻപ് 1978 അതിന്റെ മുൻപും വർഷങ്ങളോളം പെരുന്നാൾ നിസ്കാരത്തിന് മുഹയ്യദ്ദീൻ പള്ളിയിൽ നിന്നും പട്ടാള പള്ളിയിൽ നിന്നും ഇറങ്ങി വരുന്ന ഫോട്ടോ നമ്മുടെ കോഴിക്കോട്ടെ പത്രങ്ങൾ ചിത്രങ്ങൾ മുഖപ്പേജിൽ തന്നെ കൊടുക്കാറുണ്ട്. ഭക്ത്യാദരപൂർവ്വം അമ്പലത്തിൽ നിന്നും ചർച്ചിൽ നിന്നും വരുന്ന സ്ത്രീകളെ പോലെ സുന്ദരമായ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾ സുഖകരമായ ആരാധനാലയത്തിൽ നിന്നും വിശുദ്ധ പള്ളികളിൽ നിന്നും മോസ്കുകളിൽ നിന്നും പുറത്തിറങ്ങുന്ന ചിത്രം ആവേശത്തോടുകൂടെ നമ്മുടെ പത്രം എന്നും കൊടുത്തിട്ടുണ്ട്. അന്നൊരിക്കൽ ഈ പത്രത്തിൽ ഈ ചിത്രം കണ്ടപ്പം വല്ലാതെ നടുങ്ങിപ്പോയി മുജാഹിദുകൾ. 1978 ഡിസംബറിൽ മുജാഹിദുകളുടെ അൽമനാർ തന്നെ എഴുതിയ വരികൾ ഞാൻ വായിക്കട്ടെ. ഈ കോലത്തിലാണെങ്കിൽ എന്തിനാ പെണ്ണുങ്ങൾ പള്ളിയിൽ വരേണ്ടിയെന്ന ആസാരം. ഞാൻ ആ വരികൾ തന്നെ വായിക്കാം. കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പള്ളിയിൽ ബലിപ്പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ സ്ത്രീകളുടെ ചിത്രം സ്ഥലത്ത് ഒരു പ്രമുഖ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. അൽമനാർ എഴുതുന്നു, അത് കണ്ടപ്പോൾ നടുങ്ങിപ്പോയി. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന പെണ്ണുങ്ങളുടെ ചിത്രം പത്രം എഴുതിയത് കണ്ടപ്പോൾ നടുങ്ങിപ്പോയി. മതബോധമുള്ള ഏതൊരു മുസ്ലിമിന്റെയും മനസ്സാക്ഷിയെ വ്രണപ്പെടുത്തുന്ന ചിത്രം, ഇനി ബോധമുള്ള ഏതൊരു മനുഷ്യന്റെയും മനസ്സാക്ഷിയെ വ്രണപ്പെടുത്തും, വേദനിപ്പിക്കും, മുറിപ്പെടുത്തും. ഈ ചിത്രം വ്രണപ്പെടുത്തുക എന്നാൽ അതല്ലേ, മുറിവുണ്ടാക്കും, വ്രണമുണ്ടാക്കും, ക്യാൻസർ ഉണ്ടാക്കും. ഈ ചിത്രം അണിഞ്ഞൊരുങ്ങി ഫാഷൻ പരേഡിനിറങ്ങിയ അത്യാധുനിക മഹിളകളാണെന്നേ ചിത്രം കണ്ട മാത്രയിൽ ആർക്കും തോന്നുകയുള്ളൂ. ഫാഷൻ പരേഡിന് വന്ന പെണ്ണുങ്ങളാണെന്നേ ആ ചിത്രം കണ്ടാൽ ആർക്കും തോന്നുകയുള്ളൂ. പള്ളിയിൽ കയറി ദൈവപ്രാർത്ഥനയും നടത്തി ഒരു സാരോപദേശ പ്രസംഗവും കേട്ട് പുറത്തിറങ്ങിയ ഭക്തകളുടെ കോലം ഇങ്ങനെയാണെങ്കിൽ അവരെന്തിനു പള്ളിയിൽ വരുന്നു? ഈ രൂപത്തിൽ ആരാധനയ്ക്ക് വേണ്ടി വരാ നിക്കരിക്കാൻ വേണ്ടിയിട്ട് അള്ളാന്റെ മുമ്പിൽ പോലും മുഖവും മുൻകൈയുമല്ലാത്ത സകല ഭാവങ്ങളും മറച്ചിട്ട് വേണമെന്ന് പഠിപ്പിച്ചിരിക്കുന്ന പെണ്ണ് അള്ളാന്റെ മുമ്പിലുള്ള ആ നിസ്കാരം കഴിഞ്ഞ് പോകട്ടെ, ഞങ്ങൾ വളരെയധികം വാദിച്ചുണ്ടാക്കിയിട്ട് മലയാളത്തിൽ സാരോപദേശം നൽകി ആ ഫലമുണ്ടാവൂ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുണ്ടാക്കിയ സാരോപദേശവും കേട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഭക്തകളായി ഭക്തി സ്ഫുരിക്കുന്ന രീതിയിൽ നമ്മളെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയ കോലം ഇതാണെങ്കിൽ അവരെന്തിനു പള്ളിയിൽ വരണം എന്നാ ചോദിക്കുന്നത്. ആര്? ഇത് സുന്നി പത്രമല്ല, സാക്ഷാൽ അൽമനാർ 1978 ഡിസംബറിലൊക്കെ അൽമനാർ എഴുതിയതാണ്. 78 ബ്ലോക്ക് ചിത്രം കണ്ടിട്ട് ഇതേ ചിന്ത ഇന്ന് നമ്മുടെ പള്ളികളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചിത്രം കണ്ടാലും നമ്മുടെ യുവാക്കൾക്ക് മനസ്സിൻ്റെ അകത്ത് അങ്കുരിക്കേണ്ടതല്ലേ? എന്തിനിവർ പള്ളിയിൽ വരണം എന്ന്? നമ്മുടെ പെണ്ണുങ്ങൾ റോഡിലൂടെ അഴിഞ്ഞാടുന്ന ഈ നഗ്നമായ രൂപവും വേഷവും കണ്ടാൽ ഈ പെണ്ണുങ്ങൾ അഴിഞ്ഞാടുന്ന ഈ രൂപത്തിൽ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഫലവും കിട്ടാനില്ല. ഇന്നവർ വീടിൽ നിസ്കരിക്കുന്നത് കൊണ്ട് നരകത്ത് കടക്കൂന്ന് ആരും പറയുന്നില്ല. ഇനി അവർ വരുന്ന രൂപം കണ്ടാൽ നരകത്ത് കടക്കൂന്ന് എല്ലാവരും സമ്മതിക്കുന്ന രൂപമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ശബ്ദിക്കൽ ഒരാളുടെയും ബാധ്യതയല്ല, പണ്ഡിതന്റെ ബാധ്യതയല്ല എന്നെഴുതിയ ജമാഅത്തുകാരാ. അവരുടെ മനസ്സിൻ്റെ അകത്ത് അവരെങ്ങാനും കുടുങ്ങിപ്പോയ സമയത്ത് എപ്പോഴെങ്കിലും അവരുടെ കാര്യലാഭങ്ങൾക്കും ദുഷ്ടലാക്കുകൾക്കും വേണ്ടി വരച്ചുപോയ ഈ വരകൾ അവരുടെ മനസ്സറിഞ്ഞുകൊണ്ടായിരുന്നെങ്കിൽ അവരുടെ മനസ്സിൻ്റെ അകത്ത് അബോധ മനസ്സിലെങ്കിലും ഈ വരികളുടെ പകർപ്പ് സൂക്ഷിപ്പുണ്ടാകും, ഈ ആശയങ്ങൾ സൂക്ഷിപ്പുണ്ടാകും.
ഒരൽപ്പം അങ്ങോട്ട് ഓട്ടപ്രദക്ഷിണം നടത്തൂ. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് നിന്ന് ഓടിയെത്തും ഈ ചിന്ത. ഇത് ഈ സമുദായത്തിലെ പുത്തൻ തലമുറയ്ക്ക് പകർന്നു കൊടുത്തിട്ട് രംഗത്തില്ലാത്ത ഈ ഒരു രംഗത്തേക്ക് കൂടി പെണ്ണുങ്ങൾ വരുന്നത് ആവോളം തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് സുന്നികളുടെ വാദത്തിലേക്ക് സുന്ദരമായി മടങ്ങി വന്നിട്ട് ഒപ്പം കൂടി പരിശ്രമിക്കുന്നതിന് പകരം ഫെമിനിസ്റ്റുകൾക്കും സ്വാതന്ത്ര്യവാദികൾക്കും പാശ്ചാത്യൻ സംസ്കാരം അപ്പടി പകർത്താൻ വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നവർക്കും അതിന് പ്രോത്സാഹനം നൽകുന്നവർക്കും എതിരെ മുസ്ലിം സമുദായം ഒറ്റയ്ക്ക് ധാർമ്മികമായും ധർമ്മത്തിന്റെ പേരിലും ന്യായത്തിന്റെ പേരിലും വേണ്ട കേവലം സംസ്കാരത്തിന്റെ പേരിലെങ്കിലും ഭാരതീയ സംസ്കാരം എന്ന പേരിലെങ്കിലും ഒന്നിച്ചണി നിരന്നുകൊണ്ട് ശബ്ദമുയർത്തേണ്ട ഈ പ്രശ്നം, ഈ വിഷയം ഇത്ര മോശമായിട്ട് മറ്റുള്ളവർക്കെല്ലാം കടന്നു കയറാവുന്ന പരുവത്തിൽ വിവാദ വിഷയത്തിന്റെ രൂപമൊന്ന് വിപുലീകരിച്ചിട്ട് ഇങ്ങനെ തന്നെ അവതരിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കെന്തു നേട്ടം സഹോദരങ്ങളെ? നിങ്ങളുടെ ദീനിനെന്ത് നേട്ടം എൻ്റെ പുത്തൻവാദികളെ? നവോത്ഥാനവും ഇസ്ലാമിൻ്റെ അകത്തെ നവോത്ഥാനവും മുസ്ലിം ചിന്തകളെ പുനരുദ്ധരിക്കുകയുമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ധർമ്മവും മതബോധവും പുതിയ മനസ്സുകളിൽ പുതിയ തരത്തിൽ ശാസ്ത്രീയമായി അവതരിപ്പിക്കുകയാണ് നിങ്ങളുടെ മോഹമെങ്കിൽ, ഈ തരത്തിലാവണോ, ഇതിനുപയുക്തമാണോ നിങ്ങൾ ഈ കാണിക്കുന്ന ചെയ്തി എന്ന് മനസ്സാക്ഷിയുള്ള എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കളും മനസ്സാക്ഷിയുള്ള എൻ്റെ ജമാഅത്തിൻ്റെ സുഹൃത്തുക്കളും ചിന്തിക്കണം. പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കൂടിയോ അവിടെ പുരുഷ മേധാവിത്വത്തിനെതിരെ ഒരു ശബ്ദം പുറത്തു വരാൻ ആ പെണ്ണുങ്ങൾക്ക് സുഖിക്കൂല. നമ്മൾ വേറെന്തൊക്കെ ചർച്ച ചെയ്യാൻ കൂടാറുണ്ട്, ലോകത്തെ പലതും ചർച്ച ചെയ്യാൻ പുരുഷന്മാർ കൂടാറുണ്ട്. അതുപോലെ പെണ്ണുങ്ങൾ ആണുങ്ങളെ കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്യാതെ പെണ്ണുങ്ങൾ കൂടൂല. അതവരുടെ മാനുഷിക പ്രകൃതിയാണ്. അവരെ അല്ലാഹു തആല പടച്ചപ്പോൾ അവരുടെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ടിട്ടുള്ള ഒരു സ്വഭാവമാണ് ഈ സങ്കുചിതത്വം. അത് തീരൂല, മാറൂല. ഇപ്പോഴും അല്ല കുറ്റപ്പെടുത്താതെ നിങ്ങൾ സംശയിക്കേണ്ട, കുറ്റപ്പെടുത്തല്ല, അതിൽ നേട്ടമുണ്ട് അവർക്കും സമുദായത്തിനും വർഗത്തിനും. അതുകൊണ്ട് അല്ലാഹു തആല അവരുടെ ഹൃദയത്തിൽ കരുപിടിപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രകൃതിയിൽ ഊട്ടി ഉറപ്പിച്ചിരിക്കുന്ന സ്വഭാവം അത്. ഈ സ്വഭാവം എന്നുള്ള നിലക്ക് GIOക്കാരിയും MGMകാരിയും ഒക്കെ എന്തെങ്കിലും പറഞ്ഞോട്ടെ. നമ്മൾ പണ്ഡിതന്മാര് എന്ന് പറയുന്നവർക്കും മുസ്ലിം പുരുഷന്മാരെന്നും മുജാഹിദ് പണ്ഡിതന്മാരെന്നും ജമാഅത്ത് പണ്ഡിതന്മാരെന്നൊക്കെ പറയുന്നവർക്കെങ്കിലും ഇങ്ങനെ ഇത് കത്തിക്കടന്നിട്ട് പടർന്നു പിടിക്കുന്നതും പരന്നു കിടക്കുന്നതും ഒന്ന് ചുരുക്കിയിട്ട് പണ്ട് നമ്മൾ ചർച്ച ചെയ്ത് നടക്കല്ലേ നല്ലത്. താനാളൂരിൽ തറപറ്റിച്ച ചരിത്രം ഞങ്ങൾക്കുണ്ട് എന്നാ AP അബ്ദുൽ ഖാദർ മൗലവിക്ക് ഹസൻ മുസ്ലിയാരെ, മർഹൂമി കെ ഹസൻ മുസ്ലിയാരെ, അള്ളാഹു അദ്ദേഹത്തിന് നമുക്കും പൊറുക്കുകയും അവന്റെ ഫിർദൗസിൽ നമ്മയും അദ്ദേഹത്തെയും പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. പുത്തൻവാദികളോട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ധീരധീരം ശബ്ദിച്ചിരുന്ന ആ മഹനീയ പണ്ഡിതനെ അദ്ദേഹം മണ്ണിന്റെ അകത്ത് പോയി കിടന്നതിന് ശേഷം ഞങ്ങൾ താനാളൂരിൽ പറ്റിച്ചുവെന്ന് പറയാൻ നിങ്ങൾക്ക് ഇപ്പോൾ ആർജവുണ്ട്, നെഞ്ചുറപ്പുണ്ട്. താൻ ജീവിച്ചിരുന്ന കാലത്ത് എവിടെയെങ്കിലും ഒരു കുറിപ്പിൽ ഞങ്ങൾ താനാളൂരിൽ തോൽപ്പിച്ചു എന്ന് എഴുതാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നില്ല എങ്കിൽ അയാൾ വരുമായിരുന്നു. ആ താനാളൂരിൽ തോൽപ്പിച്ചത് നിങ്ങൾ ഇങ്ങനെ പരത്തിയിട്ടല്ലല്ലോ വിഷയം. നമ്മളെ സെക്യൂരിസ്റ്റുകൾ കടന്നു കയറിയിട്ടല്ലല്ലോ. എമ്മൻകാരശ്ശേരിയും മറ്റേതെങ്കിലും ബീവിമാരും പെണ്ണുങ്ങളും കടന്നു വന്നിട്ടല്ലല്ലോ. സാംസ്കാരിക നായകന്മാർ കൂടി ഈ വിഷയം കൈയാളാൻ വേണ്ടിയിട്ട് പറന്നു വന്നതുകൊണ്ടല്ലല്ലോ. നമ്മൾ മാത്രം ഒതുങ്ങിയിട്ടല്ലേ. അങ്ങനെ ആയാൽ തന്നെ നിങ്ങൾക്ക് കഴിയല്ലോ. അതിലും ചെറിയവരല്ലേ എന്നുള്ളൂ, അതിലും ചെറിയവരെ എന്നുള്ളൂ. ചെറിയവരായി പോയി വെല്ലുവിളിച്ചത് എന്നാ AP അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞത്. അതതിൻ്റെ ഭാവം, ആ ബാക്കല്ലെങ്കിലും. വെല്ലുവിളിയെക്കുറിച്ചൊന്നും മിണ്ടിയില്ല. ഒരു മാസമായില്ലേ. ഇപ്പം ഏതോ ഒരു സ്ത്രീയെ കൊണ്ട് എന്തോ ഒരു പരസ്യം കൊടുപ്പിച്ചാന്ന് തോന്നി, അതിരിക്കട്ടെ. പ്രിയപ്പെട്ട AP അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ വെല്ലുവിളി, അല്ലേ? അതാ പത്രം എല്ലാവർക്കും കയ്യിലുണ്ട്. ഇത് നമ്മുടെ ചമ്മാട് ഒക്കെ പ്രചരിച്ചിരിക്കുന്ന നോട്ടീസാണ്. പ്രിയ AP അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ്. AP അബ്ദുൽ ഖാദർ മൗലവിയെ തന്നെ വിളിച്ചത് AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞാലേ മുജാഹിദിന്റെ വാദാന്ന് കുറച്ചെങ്കിലും മാറാതെ പറയാൻ അയാളെ ഒരു ത്രാണിയുള്ള ആളും ആർജവുള്ള ആളും എന്ന് അതിൽ മനസ്സിലാക്കിയിട്ടാ. ഇദ്ദേഹത്തെ അല്ലാതെ പിന്നെ സുന്നി യുവജന ഫെഡറേഷന് വേണ്ടി നജീബ് മൗലവി വെല്ലുവിളിക്കേണ്ടത് ഹുസൈൻ മടവൂരിനെയോ എമ്മൻകാരശ്ശേരിനെയോ? ഹുസൈൻ മടവൂരിനെ അല്ലെങ്കിൽ എമ്മൻകാരശ്ശേരിനെ വെല്ലുവിളിക്കണമെന്നാ പറയുന്നത് സുന്നി യുവജന ഫെഡറേഷന് വേണ്ടിയിട്ട്. ഞാൻ വെറുതെ രോഷം കൊള്ളല്ല. അദ്ദേഹത്തിൻ്റെ നാട് പത്തപ്പിരിയാണ് AP അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ നാട്. ആ നാടിനടുത്ത് ആമയൂരിൽ ഇപ്പം അടുത്ത് MSMന്റെ മേഖലാ സമ്മേളനം ചേർന്നപ്പോൾ അതിൽ രോഷാകുലനായി വികാര യുവശനായിട്ട് സാധാരണ അങ്ങനെ പതിവില്ലാത്ത AP അബ്ദുൽ ഖാദർ മുസ്ലിയാർ തൻ്റെ സിദ്ധ ശൈലിയും സ്വതസിദ്ധ ശൈലിയും രൂപമൊക്കെ വിട്ടിട്ട് വികാരം കൊണ്ടിട്ട് പറഞ്ഞു, ഇത് കണ്ടിട്ട് ഇതുവരെ മിണ്ടാതിരിക്കുകയായിരുന്നു. ഞാനത് കേട്ടതാണ് അതിൻ്റെ കാസറ്റ് രൂപം. ഇതുവരെ മിണ്ടാതിരിക്കുകയായിരുന്നു.
ഇപ്പോൾ ഒരു നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. എന്താ, ആമയൂർ ശാഖ SYF ഒരു നോട്ടീസ് ഇറക്കി. ഈ വെല്ലുവിളിയുടെ ഇതേ രൂപവും അതിൻ്റെ താഴെ എന്തുകൊണ്ട് ഇതിന് മറുപടിയില്ല മുജാഹിദ് പക്ഷത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു വിശദീകരണം. ഈ വിശദീകരണം കയ്യിലങ്ങ് ഏൽപ്പിച്ചു AP അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെയും അതിൽ വന്ന പ്രവർത്തകരുടെ ഒക്കെ ക്യാമ്പിന് വന്നേ. കയ്യിലെല്ലാവരും വായിച്ച് അണികളുടെ ഇടയിൽ നിന്നും യാതൊരു വിധത്തിലും രക്ഷപ്പെടാൻ പറ്റൂല എന്ന് കണ്ടപ്പോൾ സാക്ഷാൽ AP അബ്ദുൽ ഖാദർ മുസ്ലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇത് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് വായിച്ചു. എന്നിട്ട് പറഞ്ഞത്, ഞാൻ പത്രത്തിൽ കാണുന്ന വെല്ലുവിളിയൊക്കെ നോക്കിയടക്കലല്ല, നേരം വെളുത്താൽ 5-8 പത്രത്തിൽ നോക്കിയിട്ട് വെല്ലുവിളി ഉണ്ടോ നോക്കിയടക്കലല്ല, അതെനിക്ക് പതിവില്ല. ഇരിക്കട്ടെ, കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷന് വേണ്ടി ജനറൽ സെക്രട്ടറി നജീബ് മൗലവി എന്നാണ് ഇതിൽ കാണുന്നത്. സുന്നി യുവജന ഫെഡറേഷന് വേണ്ടിയിട്ടാണെങ്കിൽ ISM ഇല്ലേ ഇവിടെ, ISM-നല്ലേ വെല്ലുവിളിക്കേണ്ടത്? എന്നിട്ട് മേപ്പെട്ട അപ്പം മേപ്പെട്ട് വിളിച്ചത് ശരിയായില്ല. പിന്നൊന്ന്, സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കൽ പുണ്യകർമ്മമാണെന്നാണ് മുജാഹിദ് വീക്ഷണമെന്ന താങ്കളുടെ പ്രസ്ഥാനം വായിച്ചു. എന്നാൽ സ്ത്രീകൾക്ക് അവരുടെ വീടാണ് ഉത്തമം, പള്ളിയിലെ ജുമുഅ ജമാഅത്തുകളിൽ അവർ പങ്കെടുക്കൽ കറാഹത്താണ് എന്നാണ് ഷാഫിഈ മദ്ഹബ് വീക്ഷണം. ഇതാണ് ഷാഫിഈ മദ്ഹബ് വീക്ഷണമെന്ന് ആദ്യം ഉറക്കണ്ടേ? അതാദ്യം ഉറച്ചിട്ടില്ലല്ലോ എന്ന്. അത് വെല്ലുവിളി സ്വീകരിച്ചിട്ട് ഉറച്ചാൽ പോരെ? തമ്മിൽ വെല്ലുവിളി സ്വീകരിച്ചിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഉറച്ചാൽ പോരെ? വെല്ലുവിളിച്ച ആളുടെ വാദം എന്താണ് എന്നും ഇതാണ് ശരി എന്നത് നമ്മളെ വാദമല്ലേ? അത് തെളിയിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ അംഗീകരിക്കുന്ന പ്രമാണപ്രകാരം, താങ്കൾ അംഗീകരിക്കുന്ന പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തെളിയിക്കാൻ തയ്യാറാണ് എന്നാണ്. അപ്പൊ ഷാഫി മദ്ഹബിന്റെ വീക്ഷണം അതല്ല എന്നുണ്ടെങ്കിൽ അത് തയ്യാറായിട്ട് അപ്പോ സംവാദത്തിലോ ചർച്ചയിലോ അല്ല നല്ലത്. അപ്പൊ അത് ഓർക്കാത്തത് കൊണ്ടും ഇത് സംബന്ധിച്ചൊന്നും മിണ്ടുന്നില്ല. അതിൻ്റെ പുറമെ പൊതുവേദിയിൽ വെച്ചോ മുജാഹിദ് പ്രസിദ്ധീകരണങ്ങളിലൂടെയോ നേരിട്ടുള്ള ചർച്ചയ്ക്ക് താങ്കൾ തയ്യാറാണെങ്കിൽ എന്താ ഞാൻ തന്നെ തയ്യാറാകണമെന്ന്? ഇതൊരു തരം മോശപ്പെട്ട പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്നാളെ ഞാൻ വെല്ലുവിളിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. അങ്ങനെ തന്നെ ഇയാൾ പറഞ്ഞത്. ഇന്നാളെ ഞാൻ വെല്ലുവിളിച്ച ഒരാൾ ജനങ്ങളടിയിൽ ഈ ആൾക്ക് പറയാൻ വേണ്ടിയിട്ട് തോന്നിയതാണ്. മൗലവി, ഞങ്ങളുടെ സംഘടന കൊച്ചു സംഘടന, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന വളരെ വലിയ പ്രസ്ഥാനത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സംഘടന, ഏറ്റവും ചെറിയ സംഘടന, ആ സംഘടനയിലെ ഏറ്റവും കൊച്ചു പ്രവർത്തകൻ. പക്ഷെ ജനറൽ സെക്രട്ടറി എന്ന ഔദ്യോഗിക നാമമുള്ളത് കൊണ്ട് സംഘടനയുടെ തീർപ്പിൽ ജനറൽ സെക്രട്ടറി എന്ന് നൽകേണ്ടി വന്നു. ഈ ജനറൽ സെക്രട്ടറി കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ ജനറൽ സെക്രട്ടറിയാണ് വിളിച്ചത്, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയല്ല. ഇനി ആണെങ്കിൽ തന്നെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പകരം കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയിലെ മുശാവറ മെമ്പർ സ്ഥാനം എനിക്കുണ്ട് അല്ലേ? കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായിലെ ഉലമാ സംഘടനയിലെ മുശാവറ മെമ്പർ സ്ഥാനം വേണമെങ്കിൽ അതിനിക്കുണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമ പോലെ. കേരള നദുവത്തുൽ മുജാഹിദീൻ തന്നെ ഉലമാക്കന്മാരുടെയും വലിയവരുടെയും സംഘടനയല്ലേ? ഡോക്ടർ M ഉസ്മാൻ സാഹിബ് പ്രസിഡന്റായ സംഘടനയല്ലേ? അല്ലേ? എൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹം. ഡോക്ടർ M ഉസ്മാൻ സാഹിബിന് മതപരമായി എത്ര പാണ്ഡിത്യമുണ്ട് എന്നറിയാൻ സാധാരണക്കാരായ എല്ലാവർക്കും കഴിയും. ആ ഉസ്മാൻ സാഹിബ് പ്രസിഡന്റായ കേരള നദുവത്തുൽ മുജാഹിദീനെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ മെമ്പറായിട്ട് 19-ാം വയസ്സിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിൻ്റെ മഹത്തായ ഭാഗ്യം കിട്ടിയിട്ടുള്ള, എന്നാൽ സുന്നി യുവജന ഫെഡറേഷനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു ചെറുപ്പക്കാരൻ വിളിച്ചാൽ തന്നെ സാമാന്യ മര്യാദ പ്രകാരം നിങ്ങളുടെ വാദം തെളിയിക്കാമെന്ന് ശരിക്കും ഉറപ്പുണ്ടെങ്കിലും, സാധാരണക്കാരോടും ദീനിനോടും ഗുണകാംക്ഷ നിങ്ങളുടെ മനസ്സിൽ അല്പമെങ്കിലും ഉണ്ടെങ്കിലും ഈ വിവാദം ഒന്ന് കത്തിപ്പടരാതിരിക്കാനും നിലനിൽക്കാതിരിക്കാനും സ്വീകരിക്കുകയല്ലേ ഭംഗി? അല്ലെങ്കിൽ യോഗം കൂടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചർച്ച ചെയ്യല്ലേ ഭംഗി? ഇത് മൂപ്പരെ വെല്ലുവിളിച്ച ഒരാൾ എന്നറിയുന്നൊരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് വിളിച്ചു വയ്യെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, അങ്ങനെയെങ്കിലും കിട്ടിക്കോട്ടെ നമുക്ക്. അങ്ങനെയെങ്കിലും കിട്ടിയിട്ടില്ല, എന്തിന് തടയണോ? അങ്ങനെ തടയാമായിരുന്നെങ്കിൽ AP അബ്ദുൽ ഖാദർ മൗലവി AP അബ്ദുൽ ഖാദർ മൗലവി ആകുമായിരുന്നില്ല. ഞാൻ ഇന്നും ഓർക്കുന്നു, ബഹുമാനപ്പെട്ട മർഹൂം ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ. ആരായിരുന്നു അദ്ദേഹം? സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ധീരധീരം ഗർജിക്കുകയും ഏത് വമ്പനും ഏത് വലിയ വക്താവിനും തെളിവുകൾ അപ്പപ്പോൾ എപ്പോൾ വേണമെങ്കിലും തൻ്റെ ഓർമ്മയിൽ നിന്ന് അങ്ങനെ പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പടയോട്ടകാലം മുതൽക്ക് സുന്നത്ത് ജമാഅത്തിന്റെ വീര തേരാളിയായി വർത്തിച്ച മർഹൂം മൗലാന ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു മഹാനർ. ആ ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ
സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ധീരധീരം ശബ്ദിച്ചിരുന്ന സുപ്രസിദ്ധ ഖണ്ഡനപ്രാസംഗികനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയുടെയും ഫത്വാ കമ്മിറ്റിയുടെയും ആധികാരിക മെമ്പറായിരുന്ന മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ തന്നെ സമസ്തയുടെ ഏറ്റവും വലിയ നേതാവായി ഉയർന്നു വളർന്ന മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര സമിതി കൺവീനറും നുസ്രത്തുൽ അനാമിന്റെ മുഖ്യ പത്രാധിപരുമായി സ്റ്റേജിൽ ഉപവിഷ്ടരായ നമ്മുടെ ബഹുമാനപ്പെട്ട മൗലാന എൻ കെ മുഹമ്മദ് മുസ്ലിയാർ, ഇവരെ പോലുള്ള മഹാരഥന്മാരായ ആളുകൾ ഞാൻ ദർസിൽ പഠിക്കാൻ വേണ്ടി ചെന്ന കാലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വേദിയിൽ അണിനിരന്നപ്പോൾ ആ വേദിയിൽ അണിനിരന്ന ഈ പണ്ഡിത മഹത്തുക്കളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മറുപക്ഷത്ത് മുജാഹിദ് പക്ഷത്ത് വന്നത് കേവലം കുട്ടിയായിരുന്ന എ.പി. അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു. അന്ന് അദ്ദേഹത്തിന് എൻ്റെ പ്രായവും രൂപവും പോലുമില്ല. ആ എ.പി. അബ്ദുൽ ഖാദർ മൗലവിയെ നിങ്ങളൊരു കുട്ടിയാണ്, നിങ്ങൾ ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ മുൻപാകെ വന്നിരിക്കുന്നു, ഞങ്ങളോട് വാദപ്രതിവാദം നടത്താൻ എന്ന് പറഞ്ഞ് നമ്മുടെ പണ്ഡിതന്മാർ തട്ടുകയല്ല ചെയ്തത്. കുട്ടിയെങ്കിൽ കുട്ടി, വലിയവരെങ്കിൽ വലിയവർ വരൂ, സുന്നത്ത് ജമാഅത്തും സത്യവും തെളിയിക്കാൻ കിട്ടുന്ന സ്റ്റേജും സദസ്സുമാണിത് എന്ന് പറഞ്ഞിട്ട് സ്വീകരിച്ചത് കൊണ്ടാണ് എ.പി. അബ്ദുൽ ഖാദർ മൗലവി താങ്കൾ എ.പി. അബ്ദുൽ ഖാദർ മൗലവി ആയത്. അല്ലെങ്കിൽ താങ്കൾ എ.പി. അബ്ദുൽ ഖാദർ മൗലവി ആകില്ല. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അന്നത്തെ അനുഭവം വെച്ചും താനാളൂരിലും അല്ലാത്തടത്തും സുന്നത്ത് ജമാഅത്തിന്റെ വീരന്മാരായ പണ്ഡിതന്മാരോട് അവരുടെ ഏഴേലത്ത് പോലും നിൽക്കാൻ അർഹതയില്ലാത്ത നിങ്ങൾ, വേഷത്തിലും ഭാവത്തിലും പാണ്ഡിത്യത്തിലുമില്ലാത്ത നിങ്ങളെന്ന് വന്നപ്പോൾ പണ്ഡിതന്മാരായ നേതാക്കന്മാർ മുഴുവൻ നിങ്ങളുടെ ഭാഗത്ത് കുട്ടിയാണ്, ചെറുപ്പക്കാരനാണ്, ഞങ്ങളോട് തർക്കിക്കുന്നതിനും വെല്ലുവിളിക്കുന്നതിൻ്റെയും പോപ്പുലാരിറ്റിക്ക് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് തിരിച്ചയച്ചിരുന്നെങ്കിൽ ആ വാദപ്രതിവാദമൊക്കെ നടക്കുമായിരുന്നു. ഇതൊക്കെ അനുഭവിച്ച് പരിചയമുള്ള താങ്കളാണോ എന്നോട് പറയാൻ വന്നത് ശരിയായില്ല, ISMനോട് പോരായിരുന്നു എന്ന് പറഞ്ഞു. ISMനെ പരതാം, പക്ഷെ ആരാണ്? ഹുസൈൻ മടവൂരോ? അല്ലാത്തവരും പരതാം, എൻ്റെ നിലപാടെന്ന് പറഞ്ഞ് വിവരിക്കുന്നത് എം.എം. കാരശ്ശേരി. ഇവരോടാണോ സുന്നി യുവജന ഫെഡറേഷൻ വെല്ലുവിളി നടത്തേണ്ടത്? അല്ലെങ്കിൽ നിൽക്കക്കാലുമേൽ നിന്നിട്ട് ആണത്വത്തോടുകൂടെ ഇതാണ് മുജാഹിദ് വീക്ഷണം എന്ന് പറയാൻ പറ്റുന്ന വിധം 4 വരി എഴുതാൻ പറ്റുന്ന ഏതെങ്കിലും ആർജവമുള്ള കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ കുട്ടികളെയും ഞങ്ങൾ വെല്ലുവിളിക്കും. കുട്ടിയാണെന്ന് കൊണ്ട് ഒഴിവാക്കൂല, പക്ഷെ ആർജവം വേണം. ഈ ആർജവം മുജാഹിദ് വീക്ഷണം പുണ്യമാണെന്ന് തുറന്നെഴുതാൻ കാണിച്ചതെങ്കിലും നിങ്ങളാണ്. നിങ്ങളുടെ ശബ്ദമേ മുജാഹിദ് ശബ്ദമായി അവരെങ്കിലും വിലമതിക്കുകയുള്ളൂ. അല്ലാത്തതൊക്കെ ഇത് ഞങ്ങളുടെ ശബ്ദമല്ല എന്ന് പറയും. ഇത് ഞാൻ വെറുതെ പറയല്ല, രണ്ടുങ്ങൾ അല്ലുസ്ലാഹ് ഇപ്പം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസിദ്ധീകരണ, ഈ പ്രസിദ്ധീകരണം മുജാഹിദ് ആശയം വിവരിക്കാൻ വേണ്ടിയുള്ള പ്രസിദ്ധീകരണ. ഇവിടെ നിങ്ങൾ കാണാത്തവർക്ക് കാണിക്കാനല്ല. ഇതിൻ്റെ വരികളൊക്കെ വായിച്ചാൽ അഖിലു കിതാബികൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും അറുത്തത് തിന്നാമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുന്നികൾ അറുത്തത് തിന്നാന്നാ ഇതിൻ്റെ 1-ാം ലക്കത്തിലെ തന്നെ ഫത്വ. സുന്നികൾ അറുത്തത് തിന്നാമോ എന്ന് ചോദിച്ചതിന് വേട്ടനായ കടിച്ചു കൊണ്ടുവന്ന ജീവിയെ തിന്നാം, ഖുർആനിന്റെ ശബ്ദമാണ്. വേട്ടനായ കടിച്ചു കൊണ്ടുവന്ന ഒരുവനെ തിന്നാം, അതുപോലെ സുന്നികൾ അറുത്തത് തിന്നാം. അഖില കിതാബികളായ ജൂതന്മാരും ക്രിസ്ത്യാനികളും അറുത്തതും തിന്നാ, അതുകൊണ്ട് സുന്നികൾ അറുത്തവും തിന്നാ. വേട്ടനായയുടെയും ജൂതക്രിസ്തീയ മതവിശ്വാസികളുടെയും രൂപമാണ് സുന്നികൾക്ക് എന്നാണ് 1-ാമതായി ഇതിന്റെ ലക്കത്തിൽ തന്നെ കുറിച്ചത്. ആ ലക്കം ഇവിടെയുണ്ട്, ഞാൻ വെറുതെ പറയുകയല്ല, ഇവിടെ ഉണ്ട്. ഈ പ്രസിദ്ധീകരണത്തിൽ 1 ലക്കം ഒഴിയാതെ കാണാം ഒരു 2 കോടി 1 കോടി ഇനാമേറ്റ് വന്നിരുന്നത്. 1 കോടി ഇനാമേറ്റ് 2-3 ലക്കം വന്നപ്പോൾ മുസ്ലിമാറ്റുകളൊക്കെ മേടിച്ച് മടിച്ചു. കുറേ ആത്ത സ്ഥലത്തൊക്കെ എത്തി. പിന്നെ നോക്കുമ്പോൾ കാണാനല്ല. എന്താ 2 കോടി ബുൽബുൽ മാസിക സുന്നി യുവജന ഫെഡറേഷന്റെ മുഖപത്രമുണ്ട്, വണ്ടൂരിൽ നിന്നിറങ്ങുന്ന 2 ലക്കത്തിലേ പറഞ്ഞിട്ടുള്ളൂ. 2 ലക്കം ബുൽബുൽ മാസികയുടെ 2 ലക്കത്തിൽ 2 കോടിയുടെ ഇനാം പറഞ്ഞതുകൊണ്ടാണ് അതിനെ നേരിടാനാവാതെ ഇത് നിർത്തിയത് എന്ന് ഞങ്ങൾ മാത്രം എഴുതിയതല്ല, സുന്നി വോയിസ് എഴുതി. സുന്നി വോയിസ് എഴുതി, സാക്ഷാൽ സുന്നി വോയിസ് എഴുതി. വണ്ടൂരിൽ നിന്ന് പുറത്തിറങ്ങുന്ന മാസികയുടെ 2 കോടി ഇനാമ് നേരിടാൻ പറ്റാതെയാണ് മുജാഹിദുകൾ കുഴങ്ങിപ്പോയത് എന്ന്. ആ 2 കോടി ഇനാം 2 ലക്കത്തിൽ നിന്നു കോടിന്റെ പ്രഖ്യാപനം. ഇനി ആണത്വവും ധൈര്യവും ഉണ്ടെങ്കിൽ അൽ-ഇസ്ലാഹിലല്ല, പ്രബോധനത്തിലല്ല, അൽമനാറിലല്ല, ഷബാബിലല്ല, മറ്റേതെങ്കിലും അനാമോ അല്ലോ ഉണ്ടെങ്കിൽ വലാലത്തിന്റെ അലിഫിലാമുള്ള ഏത് പത്രത്തിൽ കൊണ്ടുവന്നാലും തിരക്കേടില്ല. ആ പത്രത്തിലൊക്കെ വെല്ലുവിളിച്ചാലും കോടി പറഞ്ഞാലും ബുൽബുൽ വരും. കോടി വിളിക്കാം, നമുക്കൊന്ന് കോടിയായിട്ട് നോക്കാം. എങ്ങനെ ഉണ്ടാവും മുജാഹിദ് വീക്ഷണോ മുജാഹിദിങ്ങളുടെ ശൈലി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് മേത്ത് കൊള്ളരുത് എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്ന ധൈര്യം എങ്ങൾക്കുള്ളൂ. അതുമാത്രമല്ല, ഓരോ ലക്കത്തിലും എഴുതും ഇത് മുജാഹിദിന്റെ ഔദ്യോഗിക പത്രമല്ല,
ഇതിലെഴുതുന്ന ലേഖനങ്ങൾക്ക് മുജാഹിദ് ഉത്തരവാദിയല്ല. സ്ഖലിതങ്ങൾ കണ്ടേക്കാം, ഇതിന് മുജാഹിദോ പത്രാധിപരോ ഉത്തരവാദിയല്ല. ഇങ്ങനെ ഉത്തരവാദിത്വം ഒഴിഞ്ഞെഴുതുന്ന ഒരു പത്രത്തിന്റെ പത്രാധിപരോ എഴുത്തുകാരോ വിളിച്ചിട്ട് ആരാ വെല്ലുവിളിക്കുക? ഇത് ഞാൻ വെറുതെ പറയല്ല, ഏത് ലക്കത്തിലുണ്ട്, എല്ലാ ലക്കത്തിലും തുടക്കം. ഇതിന്റെ ലേഖകന്മാർ എഴുതുന്നതിനൊന്നും പത്ര ഉത്തരവാദിയല്ല. ലേഖകന്മാരുടെ കുറിപ്പിൽ സ്ഖലിതങ്ങൾ കണ്ടേക്കാം. പച്ചപ്പേവ് എന്ന് മലയാളം മനസ്സിലാക്കാം. പച്ചപ്പേവുകൾ കണ്ടേക്കാം. ആ പച്ചപ്പേവുകൾ കണ്ടാൽ അതിന് ലേഖകർ മാത്ര ഉത്തരവാദി, സംഘം ഉത്തരവാദിയല്ല, പത്രം ഉത്തരവാദിയല്ല, എഡിറ്റർ ഉത്തരവാദിയല്ല. ഈ മാതിരി പത്രത്തിലാണോ, ഈ മാതിരി പത്രാധിപരെയാണോ, ഈ മാതിരി പത്രത്തിലെ എഴുത്തുകാരെയാണോ വെല്ലുവിളിക്കേണ്ടത്? അതെങ്കിലും ഇല്ലാതെ ഒരൽപ്പം മുജാഹിദിനെ പ്രതിനിധീകരിച്ച് പല സ്റ്റേജുകളിലും പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടും വാദപ്രതിവാദത്തിൽ രംഗത്ത് വന്നതുകൊണ്ടും ആർജവത്തോടുകൂടെ മുജാഹിദാണെന്ന് നിങ്ങളും നിങ്ങളുടെ അനുയായികളും സമ്മതിക്കുന്ന ഏക വ്യക്തി എന്ന നിലക്കാണ് പ്രിയ പി അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറഞ്ഞു പോയത്. അതിൽ അദ്ദേഹം ഞങ്ങളൊക്കെ വെല്ലുവിളിക്കുന്നതിലും ഉപരി ഉയർന്ന ആളാണ് എന്ന് മനസ്സിൽ തോന്നാത്തത് കൊണ്ടല്ല, അത്രയധികം പ്രായം അദ്ദേഹത്തിനുണ്ടെന്നും ഞാനൊക്കെ ജനിച്ചു വളരുന്ന കാലത്തെ അയാൾ സ്റ്റേജ് കൈയാളുന്ന ആളാണ്, പ്രബോധകനാണ് എന്നും മനസ്സിലാകാത്തത് കൊണ്ടല്ല. എൻ്റെ താടിരോമങ്ങൾ നിറച്ചു തുടങ്ങുന്നേ ഉള്ളൂ, മുഴുരോമങ്ങൾ നിറച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെത് എന്ന് കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ടുമല്ല. സുന്നീസത്തിന് വേണ്ടി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി, ദീനിന് വേണ്ടി, ദീനിൻ്റെ സത്യം എങ്ങനെയെങ്കിലും തെളിയട്ടെ എന്ന് കരുതിയിട്ട് സുന്നി യുവന ഫെഡറേഷൻ്റെ തീരുമാനപ്രകാരം വെല്ലുവിളിച്ചതാണ്. അതിന് താങ്കൾ തയ്യാറാണെങ്കിൽ വിവരമറിയിക്കുമല്ലോ എന്നാ വെല്ലുവിളി. താങ്കൾ തയ്യാറാണ് ലേണിംഗ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺപിള്ളനെ ഏതാ മാസിക വേണ്ടതെന്നും പറഞ്ഞ് നജീബ് അയച്ചാൽ അതിന് പറയേണ്ട ഭാഷയുണ്ട്, പക്ഷേ എനിക്കത് വശമല്ല, അതുകൊണ്ട് അത് മാറ്റിയേക്കാം. എന്താ പറയേണ്ടതെന്ന് ഭാഷയൊക്കെ ഉണ്ട്, പലരും പറഞ്ഞിട്ട് കേട്ടറിയാം, പക്ഷെ എനിക്ക് എൻ്റെ നാവ് വഴങ്ങൂല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഏതോ ഒരു പെണ്ണിൻ്റെ ഉണ്ട് പരസ്യമെന്ന്. സാക്ഷാൽ ആർജവമുണ്ടെങ്കിൽ ഞാൻ ഇന്നും സ്റ്റേജിൽ വെച്ച് പൊതുവായി പറയട്ടെ, ഈ ആളുകളെ മുഴുവൻ സാക്ഷി നിർത്തിയിട്ട് സാക്ഷാൽ മുജാഹിദ് വിഭാഗത്തിന്റെ ഏറ്റവും വലിയ നേതാവും ഇന്ന് വരെയുള്ള വാദപ്രതിവാദങ്ങളിൽ ആ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള വക്താവും പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇവിഷേകമായിട്ട് താൻ ഉന്നയിച്ചിട്ടുള്ള പ്രസ്താവിച്ചിട്ടുള്ള പ്രസ്താവനയും മുജാഹിദ് വീക്ഷണവും ശരിയാണെന്ന് തെളിയിക്കാനുണ്ടെങ്കിൽ ഇതേ സ്റ്റേജിലേക്ക് ഇപ്പോൾ കയറി വരാം. നിയമം അനുവദിക്കുന്ന രീതിയിൽ നമുക്ക് സംവദിക്കാം, പ്രശ്നമല്ല. ഞങ്ങളതിന് തയ്യാറാ, സ്റ്റേജ് ഒരുങ്ങ, കുഴപ്പമില്ല. അതേസമയം ഏതെങ്കിലും പെണ്ണുങ്ങൾ ഞങ്ങൾ മതി എന്നും പറഞ്ഞു വന്നാൽ അത് ഈ പറഞ്ഞ വെല്ലുവിളിക്കുള്ള മറുപടിയല്ല. അതിന് വേണ്ട ഭാഷയും പ്രതികരണവും അത് മാറി രൂപത്തിൽ ഇവിടെ പുറത്തു വരുമായിരിക്കും. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇനിയും അന്തരീക്ഷം വഷളാകണ്ട. അതുകൊണ്ട് ഈ വെല്ലുവിളി പറഞ്ഞപ്പോൾ ഇത് പോപ്പുലാരിറ്റിക്ക് വേണ്ടി പറയാം, മറ്റീന് വേണ്ടി പറയാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. സത്യത്തിന് വേണ്ടിയോ ദീനിനോടോ സ്നേഹമുണ്ടെങ്കിൽ ഇവിഷേകമായുള്ള യഥാർത്ഥ വീക്ഷണം അറിയണം. അന്ന് 78 പുറത്തിറങ്ങിയ കോലത്തിലല്ല നമ്മുടെ പെണ്ണുങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതും പെണ്ണുങ്ങൾ പോകുന്നതും എന്ന് പറയാൻ കണ്ണുള്ള മുജാഹിദിനും കണ്ണുള്ള ചെറുപ്പക്കാർക്കും സാധിക്കോ? നമ്മുടെ വീടുകളിൽ നിന്ന് പള്ളിയിലേക്കും പോകുന്ന കോലം, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന കോലം എല്ലാവർക്കും കാണാവുന്ന രൂപല്ലേ? നിസ്കാരക്കുപ്പായിട്ട് നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന പെണ്ണിന് നിസ്കാരക്കുപ്പായം കയ്യിൽ തൊക്കില, കക്ഷത്തിൽ പിടിച്ചല്ലേ നമ്മുടെ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത്. അപ്പൊ നിസ്കാരത്തിന്റെ സമയത്ത് അണിയേണ്ട വേഷം കക്ഷത്തില, ശരീരത്തിൽ അണിയാൻ കുറവാ, ലജ്ജ. നാടൻ ഭാഷയിൽ തന്നെ എല്ലാവർക്കും അറിയും, ഒരു നാണായി. ആ വേഷം ഞമ്മക്ക് കല്യാണത്തിന് പോണ വേഷം തന്നെ, മറ്റെങ്ങും പോണ വേഷം തന്നെ. ആ വേഷത്തിൽ തന്നെ അല്ലാതെ നമ്മുടെ പെണ്ണുങ്ങൾ പണ്ട് പോയിരുന്നതിൽ ഉപരിയല്ലാതെ ഇന്ന് കുറഞ്ഞിട്ട് സുന്ദരമായി പോകാൻ തുടങ്ങിയോ? അന്ന് എന്തിനവർ പള്ളിയിലേക്ക് വരണമെന്ന് 78 അൽമനാർ ചോദിച്ചത് അൽമനാറിന്റെ സാരഥിയായിട്ട് പി അബ്ദുൽ ഖാദർ മുസ്ലിയാരും KP മുഹമ്മദ് മൗലവിയും നിലകൊള്ളുന്ന കാലത്തല്ലേ? ഇവരന്ന് ചോദിച്ച ആ ചോദ്യം ഇന്നും പ്രസക്തല്ലേ? രൂപം മാറിയോ? പെണ്ണുങ്ങൾ നാട്ടുകുട്ടി നടത്തുന്നതും പെണ്ണുങ്ങൾ നടുറൂട്ടിലൂടെ അലഞ്ഞു കൊടുക്കുന്നതുമായ ഈ വേഷത്തിൽ പെണ്ണുങ്ങളെ ജുമാ ജമാഅത്തുകൾക്ക് പോകൽ സുന്നത്താണോ എന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന സങ്കടമല്ലാന്ന് എഴുതിയ ജമാഅത്തുകാരന് നടുറോട്ടിലൂടെ പെണ്ണ് അലഞ്ഞു തിരിയുന്നത് അന്ന് എഴുതിയതിൽ നിന്നും കുറഞ്ഞിരിക്കാണോ ഇന്ന് പറയണ്ടേ? വലിഞ്ഞു കയറി സാംസ്കാരിക നായകന്മാരും മറ്റു പത്രക്കാരൊക്കെ ഇറങ്ങിയിട്ട് വിഷയം വിപുലായി നോക്കുമ്പോൾ ഞങ്ങൾ ആശയം തന്നെ പത്രം മുഴുക്കുക, ഞങ്ങൾ ആശയം ഏറ്റുപിടിക്കാൻ തുടങ്ങിയെന്ന് തന്നെ നടക്കുക. ഇതെവിടുക്കാൻ നിങ്ങളിനെ ഏറ്റുപിടിച്ചോ? എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റുപിടിച്ചോ? ഏളാപ്പ മകളെ കൂട്ടിക്കൊടുത്തതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റുപിടിക്കാൻ തയ്യാറാകണോ? അത്രേ ഞങ്ങൾക്കുള്ളൂ. അതിന് മാത്രം ഒഴിഞ്ഞു മാറരുത്. കെടുമ്പും കേടും ഒക്കെ സുന്നികൾക്ക് വിടുക. അത് ഉറൂസിന് പോയതുകൊണ്ട് വന്നതാന്ന് പറയരുത്, അത്രയേ ഉള്ളൂ. അത് ഉറൂസിന് പോയതുകൊണ്ട് വന്നതാ, പള്ളിയിൽ പോയതുകൊണ്ടാണെങ്കിൽ ഇതൊന്നും വരൂല എന്ന് പറയരുത്.
അതുകൊണ്ട് മോശപ്പെട്ട രീതിയിൽ നമ്മുടെ പെണ്ണുങ്ങൾ നിലകൊള്ളുന്ന, ഇനിയും ഏറെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ രൂപത്തിൽ ഒരു വാദഗതി അവതരിപ്പിച്ചിട്ട്, ചർച്ച അവതരിപ്പിച്ചിട്ട്, വിവാദം നിലനിന്നിട്ട് ദീനിനും സമൂഹത്തിനും സമുദായത്തിനും നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന് തന്നെ എന്തു നേട്ടമാണ് എന്ന് നിഷ്പക്ഷരായ സാധാരണക്കാർ ആലോചിക്കണം. എന്നാൽ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം ഒരൽപ്പം നമുക്കിതിവിടെ പറയാതെ പറ്റില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാതെ ഒഴിച്ചിട്ട ഒരു വിഷയമല്ല ഇത്. അള്ളാഹു വിവരിച്ചിരിക്കുന്ന ഈ വിഷയം കാണാതെ പണ്ഡിതന്മാർ ഒഴിച്ചിട്ടുമില്ല. ഇവരൊന്നുന്നയിക്കുന്ന ഹദീസുകളൊക്കെ നമ്മുടെ പണ്ഡിതന്മാരുടെ ആരുടെയും ശ്രദ്ധക്കോ വിലയിരുത്തലിനോ വിഷയമാകാതെ പോയിട്ടുമില്ല. എല്ലാ ഹദീസുകളും ഇവരുദ്ധരിക്കുന്ന മുഴു ഗ്രന്ഥങ്ങളും വളരെ വ്യക്തമായി കണ്ട് മനസ്സിലാക്കിയിട്ട് തുടക്കം മുതലേ ചർച്ച നടന്നിട്ടുണ്ട് സുന്നി പണ്ഡിതന്മാരിലും സമൂഹ നായകന്മാരായ പണ്ഡിതന്മാരിലും. തുടക്കം മുതൽ എന്ന് പറയുന്നത് 100,000 മാധ്യമങ്ങളെ ഇടയിൽ വെച്ചിട്ട് വേണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് എന്ന് ഇന്നൊരു മുജാഹിദ് പണ്ഡിതന് പറയണമെങ്കിൽ, ഇന്നൊരു മുജാഹിദ് പണ്ഡിതൻ അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് ഉദ്ധരിക്കണമെങ്കിൽ, ആ അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന വാചകം എവിടെ നിന്ന് കിട്ടി, അയാൾക്കെവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യത്തിന് ഒരു 100,000 പേര് അണിനിരത്തിയാലേ അള്ളാന്റെ റസൂലിന്റെ ഒക്കെ നിന്ന് കേട്ട സ്വഹാബിയുടെ പദവിയിലേക്ക് എത്തൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ഇന്ന് ഉദ്ധരിക്കുന്നവരുടെ മുഴുവൻ നിലപാടിതാണ് സുന്നിയുടെയും അസുന്നിയുടേതും. മറിച്ച് അള്ളാന്റെ റസൂലിന്റെ വാചകം, അള്ളാഹുവിന്റെ റസൂലിന്റെ നേരെ ശിഷ്യൻ കേട്ടത് എനിക്ക് പറഞ്ഞു തന്നു, അദ്ദേഹത്തിൽ നിന്ന് ഞാൻ നേരെ കേട്ടു എന്ന് പറയാവുന്നവരാണ് 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരായ ബഹുമാനപ്പെട്ട ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളും, ഇമാം അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു തങ്ങളും, ഇമാമു ദാരിൽ ഹിജ്റത്തി മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു തങ്ങളും, ഇമാമുൽ മുഹദ്ദിസീൻ ഇമാമു സുന്നിയീൻ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങളും, ഈ 4 മഹാരഥന്മാരായ പണ്ഡിതന്മാരും അവരുടെ ഹദീസ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എനിക്ക് ഇന്നാളിൽ നിന്ന് കിട്ടിയ അഖ്ബറനാ സുഫിയാൻ ഇബ്നു ഉയൈനത്ത് എന്നോട് പറഞ്ഞു, ഖാല ഹദ്ദസനാ അംറു ഇബ്നു ദീനാരിൻ, എന്നോട് അംറു ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു എന്നിങ്ങ് തുടങ്ങിയാൽ തൊട്ടടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി കാണാം. ആ സ്വഹാബി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ടതാണ്. താബിഈങ്ങളായ മഹാരഥന്മാരിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മൊഴി പച്ചയിൽ തന്നെ ചൂടാറും മുമ്പ് തണുക്കുന്നതിന് മുൻപ് തീരുവറ്റും മുമ്പ് കേട്ട അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ സ്വഹാബിമാരുടെ ശിഷ്യന്മാരായ താബിഈങ്ങളിലും താബികളിലും പെട്ട ഇമാമുകൾ വളരെ വ്യക്തമായി കണ്ടും വിവരിച്ചും വെച്ച ഹദീസുകൾ അവർ വിലയിരുത്തി കഴിഞ്ഞ് ചണ്ടിയാക്കി കഴിഞ്ഞിട്ട് മാത്രം ഒഴിച്ചിട്ടിരിക്കുന്ന കേവലം വചനങ്ങളും എഴുത്തുകളും ചിത്രങ്ങളും വാരി വലിച്ചെടുത്തിട്ട് അവർക്കൊന്നും മനസ്സിലാകാത്ത പുതിയ ആശയം അതിൽ നിന്ന് കൊത്തിയൊളിച്ചെടുക്കാമെന്ന് ചിന്തിക്കുന്നത് കാക്കയുടെ ദുരാഗ്രഹത്തിന്റെ ഫലമാണ്. അതൊഴിച്ചാലേ കാര്യം നടക്കൂ. എന്ന് ഇതിനടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ഖുതുബുസ്സമാൻ മമ്പുറന്തങ്ങൾ റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ പറഞ്ഞ ഈ 4 പക്ഷികളുടെ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യരിൽ പകർന്നിറക്കുന്ന കാക്കയുടെ ദുരാഗ്രഹത്തിന്റെ ഫലം നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് കിടക്കുന്ന ദുരാഗ്രഹത്തിന്റെ ഫലമാണ്. ഇമാം ഷാഫി ചർവണം നടത്തിയിട്ട് ചർച്ച നടത്തിയ ഹദീസുകളിൽ വന്ന വൈരുദ്ധ്യങ്ങൾ തീർക്കാൻ വേണ്ടി മാത്രം മഹാനവർകൾ ഉദ്ധരിച്ച് കിതാബ് ഉണ്ടാക്കിയിട്ടുള്ള ഇമാമുൽ ഷാഫിഈ തങ്ങൾ 4 കൊല്ലം കൊണ്ട് നമ്മൾ ഇന്ന് എണ്ണിത്തീർക്കാൻ പോലും പറ്റാത്ത കിതാബിലുള്ള വിവരങ്ങൾ മുഴുവൻ ക്രോഡീകരിച്ച് അടിസ്ഥാനമാക്കി വെച്ച മഹാനായ ഇമാമാണ് ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു. തന്റെ ജീവിതത്തിന്റെ അവസാന കാലത്തെ 4 കൊല്ലങ്ങളാണ് ജദീദായ തന്റെ മദ്ഹബ് ക്രോഡീകരിക്കുവാൻ വേണ്ടി ഇമാമുൽ ഷാഫിഈ ചെലവഴിച്ചതെന്ന് ഓർക്കുമ്പോൾ ഇമാം ഷാഫിഈ തങ്ങളുടെ മദ്ഹബ് നിന്ന് വിലയിരുത്തുന്ന സകല കിതാബുകളിലുള്ളതും ആയിരക്കണക്കിന് വാല്യങ്ങളുള്ള മദ്ഹബിന്റെ കിതാബുകളിലുള്ളതും ഇമാമുൽ ഷാഫിഈ ആ 4 കൊല്ലത്തിന്റെ അടുത്ത് എഴുതി എന്ന് പറഞ്ഞാൽ ആ ഇമാമുൽ ഷാഫിഈ ആരാണെന്നും എന്ത് സവിശേഷ സിദ്ധിയാണ് അല്ലാഹു തആല മഹാനർക്ക് കനിഞ്ഞേകിയിട്ടുള്ളതെന്നും എവിടെ നിന്നാണ് മഹാനർ ഇതെല്ലാം കണ്ടെത്തിയതെന്നും ഒന്ന് ചിന്തിക്കുവാൻ സാധാരണക്കാർക്ക് പറ്റും. മഹാനായ ഇമാമുൽ ഷാഫിഈ തങ്ങൾ 113 ഗ്രന്ഥങ്ങൾ തന്റെ ആയുഷ്കാലത്തിനിടയ്ക്ക് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത് അറബി വ്യാകരണത്തിലും അറബ് ശാസ്ത്രത്തിലും കാണാം. ഇസ്ലാമികവും അനിസ്ലാമികവുമായ ജാഹിലിയത്തിന്റെയും കവിതകൾ കാണാം. എല്ലാ ഫന്നുകളിലും കാണാം. ഹദീസിലും ഫിഖ്ഹിലും കാണാം. 113 ഗ്രന്ഥങ്ങൾ മഹാനായ ഇമാമുൽ ഷാഫിഈ തങ്ങൾ തന്റെ ആയുഷ്കാലത്തിനിടയ്ക്കുണ്ടാക്കുകയും
സകല കലാവല്ലഭന്മാരായ ഷാഫി മദ്ഹബിന്റെ ഉലമാക്കൾക്കും മറിച്ചു നോക്കിയിട്ട് പഠിച്ചാൽ കിട്ടാവുന്ന വിധം വിശദമായിട്ട് ഷാഫി മദ്ഹബ് 4 കൊല്ലം കൊണ്ട് ക്രോഡീകരിക്കുകയും ചെയ്ത ആ ഇമാമന ഷാഫിഈ തന്റെ ഏറ്റവും തെളിഞ്ഞ ബുദ്ധി കൊണ്ട്, സവിശേഷ ബുദ്ധി കൊണ്ട്, കറാമത്തായി അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ട്, ജന്മസിദ്ധമായി അമ്മിഞ്ഞപ്പാലിലൂടെ തനിക്ക് അള്ളാഹു കനിഞ്ഞു നൽകിയിരിക്കുന്ന